ഈ രാഹുൽ ഗാന്ധി തീരെ മോശം നേതാവൊന്നുമല്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുന്നതിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. പറ്റാത്തതിൻ്റെ കാരണം ശരിയായ രീതിയിലുള്ള പൊളിറ്റിക്കൽ അഡ്വൈസ് കിട്ടുന്നില്ല. മൊത്തത്തിൽ ഈ പാർട്ടികൾ പിളരുകയും പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടാകുകയും ചെയ്യുന്നതോടുകൂടിയിട്ട് രാജ്യസഭയിൽ ഇവരുടെ പ്രാബല്യം വർദ്ധിക്കുന്നു, ലോക്സഭയിൽ അവരുടെ അംഗസംഖ്യ വർദ്ധിക്കുന്നു. 3-2 ഭൂരിപക്ഷം ആയിട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ അടുത്ത് എത്താവുന്ന ഒരു നിലയിലെത്തിയിരിക്കും. പ്രധാന പാർട്ടിയായ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള പിടിപ്പില്ലായ്മ കൊണ്ട് പല പരമ്പരാഗത സഖ്യകക്ഷികളും UPA വിട്ടുപോയിരിക്കും. ജനങ്ങൾ BJPക്കോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ 3-2 ഭൂരിപക്ഷം നൽകിയില്ല. അതിൻ്റെ അർത്ഥം ഭരണഘടനാ ഭേദഗതി വേണ്ട എന്നുള്ള അവരുടെ ആഗ്രഹം. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ജനങ്ങളുടെ ഹിതത്തിനെതിരായി എതിർ പാർട്ടിയിൽ നിന്ന് ആളുകളെ ചാക്കിട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് അവർക്കും സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം BJP 400-ലേറെ സീറ്റ് പ്രതീക്ഷിച്ചു എങ്കിലും 240-ലേക്ക് അവർ ചുരുങ്ങിപ്പോയി. NDA സഖ്യം നേടിയത് 293 സീറ്റാണ്. അതുകൊണ്ട് തന്നെ മുന്നണി സംവിധാനത്തിനേറെ പ്രാധാന്യവും കൈവന്നു. ഒറ്റയ്ക്ക് BJPക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ NDA സഖ്യത്തിൻ്റെ അംഗബലം 320-ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 3-2 ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തുമോ? കാരണം ഒട്ടേറെ ഭരണഘടനാ ഭേദഗതികൾ അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് മുന്നിൽ വെല്ലുവിളികൾ ഇപ്പോൾ ഒന്നൊന്നായി ഉയർന്നു വരുന്നില്ലേ? പ്രതിപക്ഷത്തിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. ഓരോന്നും നശിച്ച് അംഗബലം നഷ്ടപ്പെട്ട് അവരിലെ അംഗങ്ങളൊക്കെ തന്നെ NDA പാളയത്തിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മളിന്ന് ചർച്ച ചെയ്യുകയാണ്. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ BJP തങ്ങളുടെ കരുത്ത് അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗം കൂടുതൽ കരുത്തുറ്റതാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നിലവിലില്ലേ? അതായത് എതിർപക്ഷം പ്രതിപക്ഷത്തിൻ്റെ ചേരിയിലേക്ക് നോക്കുകയാണെങ്കിൽ പല പ്രാദേശിക പാർട്ടികളും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്നും ഓരോരുത്തരായി NDA പാളയത്തിലേക്ക് ചേക്കേറിക്കൊണ്ടുമിരിക്കുന്നു. എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ അങ്ങ് വിലയിരുത്തുന്നത്? 2014 BJP കേവല ഭൂരിപക്ഷം നേടി അവരുടെ മുന്നണിക്ക് മികച്ച ഭൂരിപക്ഷം കിട്ടി. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്ത് ഉറച്ച ഒരു ഭരണകൂടമുണ്ടായി, രാഷ്ട്രീയത്തിൽ സ്ഥിരതയുണ്ടായി. 1989 ശ്രീ രാജീവ് ഗാന്ധിയുടെ ഭരണം അവസാനിച്ചതിന് ശേഷം 2014 മോഡിയുടെ പ്രധാനമന്ത്രി ആകുന്ന വരെയുള്ള സമയത്ത് രാജ്യത്ത് രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു, സ്ഥിരത ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം മാറി ഒരു ഉറച്ച സർക്കാരുണ്ടായി. 2019 അവർ കൂടിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. പ്രതിപക്ഷത്തിന് വലിയ പരാജയം ഉണ്ടായി. എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി തന്നെ അവരുടെ കുടുംബ സീറ്റ് എന്ന് പറയാവുന്ന അമേത്തിയിൽ പരാജയപ്പെടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് 2024 വരുമ്പോൾ കൂടിയ ആത്മവിശ്വാസത്തോട്ടാണ് മോഡിയും അമിത്ഷായും BJPയും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവർ 400-ലധികം സീറ്റുകളാണ് ആഗ്രഹിച്ചത്, പ്രതീക്ഷിച്ചത്. പക്ഷേ തുടക്കത്തിൽ തന്നെ അവർക്ക് തിരിച്ചടിയേറ്റു. അതായത് 1-2 ഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലാണ് BJPക്ക് വലിയ തിരിച്ചടിയുണ്ട്. പ്രത്യേകിച്ച് UPയിൽ, മഹാരാഷ്ട്രയിലുമൊക്കെ അവർ ആഗ്രഹിച്ച രീതിയിൽ ഉള്ള വിജയം നേടാൻ കഴിഞ്ഞില്ല. പ്രതിപക്ഷം അപ്രതീക്ഷിതമായിട്ട് പല സ്ഥലത്തും സ്കോർ ചെയ്തു. മാത്രമല്ല തകർന്ന് തരിപ്പണമായി എന്ന് നമ്മളൊക്കെ വിചാരിച്ച കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് 99 സീറ്റിൽ ജയിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. വയനാട്ടിൽ മാത്രമല്ല അമേത്തിയിലും രാഹുൽ ഗാന്ധി, അമേത്തിയിലല്ല അതേ റായ്ബറേലിയിലേക്ക് മാറി, റായ്ബറേലിയിലും പിന്നെ അതേ ഒഴിഞ്ഞ അമേത്തിയിലും ഒക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെ ജയിക്കുന്നത് കണ്ടു. സമാജ്വാദി പാർട്ടി നല്ല മുന്നേറ്റം ഉണ്ടാക്കി. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി BJPയുടെ വെല്ലുവിളിയെ ചേർത്ത് നിന്നു. ഹരിയാനയിൽ അതുപോലെ മഹാരാഷ്ട്രയിലൊക്കെ കോൺഗ്രസ് സഖ്യം നല്ല പ്രകടനം കാഴ്ചവെച്ചു. അപ്പോൾ പൊതുവേ കോൺഗ്രസ് വേണമെങ്കിൽ തിരിച്ചു വരാം എന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പക്ഷേ BJP അവരുടെ പ്രാബല്യം ഉറപ്പിക്കുന്നതാണ് കാണുന്നത്. ഉദാഹരണത്തിന് കോൺഗ്രസ് വിജയപ്രതീക്ഷ വച്ച് പുലർത്തിയ ഒരു സ്ഥലമായിരുന്നു ഹരിയാന. അവിടെ BJP ഭരണം നിലനിർത്തി. അതുപോലെ മഹാരാഷ്ട്രയിൽ വലിയ വിജയം BJPക്കുണ്ടായി. പിന്നെ എല്ലാവരും ഒരു മാറ്റം പ്രതീക്ഷിച്ച ബീഹാറിൽ വലിയ വിജയമാണ് BJPയും അവരുടെ സഖ്യകക്ഷിയായ ജനതാദൾ യുണൈറ്റഡ് കൂടി നേടിയത്. ഏറ്റവും ഒടുവിൽ ആസാം അവർ നിലനിർത്തി എന്നുള്ളതിലുപരി ബംഗാൾ പിടിച്ചു. ബംഗാൾ എന്ന് വെച്ചാൽ ചെറിയ ഒരു സ്ഥലമല്ല.
രാജ്യത്ത് തന്നെ ഏറ്റവും അധികം പാർലമെൻറ്റ് അംഗങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കുന്ന ഒരു സംസ്ഥാനമാണ്. രാജ്യസഭയിലേക്കും ധാരാളം അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ബംഗാൾ പിടിച്ചു, ആസാം നിലനിർത്തി. പിന്നെ ഈ സർക്കാരിനെ, കേന്ദ്ര സർക്കാരിനെ ഏറ്റവും ശക്തമായി എതിർത്തിരുന്ന പല പ്രാദേശിക നേതാക്കന്മാരും ഇതിനിടയ്ക്ക് തകർന്ന് തരിപ്പണമായി. അതിൽ ഒന്നാമത്തേത് അരവിന്ദ് കെജ്രിവാളാണ്. ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ഭരണം നഷ്ടപ്പെട്ടു. പിന്നെ ഒരാൾ ഉദ്ധവ് താക്കറെയാണ്. താക്കറയും ഒരു വഴിക്കായി. പിന്നെ ബിജു ജനതാദളിൻ്റെ നമ്മുടെ നവീൻ പട്നായിക്, ഒഡീഷയിലും അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. അവിടെ BJPയുടെ സർക്കാർ പോകുന്നു. മറ്റൊരു വലിയ എതിരാളി എന്ന് പറയുന്നത് മമതാ ബാനർജി ആയിരുന്നു. അവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, മമതാ ബാനർജി തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അതുപോലെ സ്റ്റാലിനും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പിന്നെ ഒരു വിമർശകൻ പിണറായി വിജയനാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ തോറ്റില്ല എങ്കിൽ പോലും മുന്നണിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യമാണ് മോഡിയെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ എതിരാളികളെല്ലാവരും വലിയ തിരിച്ചടി നേരിട്ടിരിക്കും. അദ്ദേഹം വളരെ പ്രബലനായി നിൽക്കുന്നു. കേന്ദ്രത്തിലേക്ക് നേടാൻ പറ്റാതെ പോയ വിജയം അതിന് വലിയൊരളവ് വരെ സംസ്ഥാനങ്ങളിൽ നേടാൻ ഇവർക്ക് സാധിച്ചു. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രീയ സമവാക്യം. അതെ, പ്രാദേശിക പാർട്ടികൾ പലതരത്തിലുള്ള തകർച്ചയും നേരിടുന്നു. ഒന്നാമത് ഭരണമുള്ള സമയത്താണ് നമ്മുടെ ഉദ്ധവ് താക്കറയുടെ ശിവസേന പിളർന്ന് ഏകനാഥ് ഷിൻഡെ പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയത്. ഇപ്പോൾ ഉദ്ധവ് താക്കറയുടെ പാർട്ടി പിന്നെയും പിളർന്നിരിക്കും. അതിൽ നിന്ന് 6 MP മറുഭാഗത്തേക്ക് പോയിരിക്കും. അതുപോലെ NCP ഒരു പിളർപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ്, വീണ്ടും പിളരാം എന്ന മട്ടിൽ നിൽക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ തകർച്ചയാണ് ഏറ്റവും ഭയങ്കരമായിട്ട് ഉള്ളത്. കാരണം പാർലമെൻറ്റിലും അവരുടെ ഭൂരിപക്ഷ MP മറുകണ്ഠം ചാടി. നിയമസഭയിലും ഭൂരിപക്ഷ MLA മറുഭാഗം ചേർന്നു. CPMൽ നിന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രം വന്നു ചേർന്ന ഋതബ്രത ബാനർജി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ മമതാ ബാനർജിയെ തന്നെ പുറത്താക്കിയിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വം നേടിയെടുത്തിരിക്കുകയാണ്. പാർലമെൻറ്റിലായാലും നിയമസഭയിലായാലും മമതാ ബാനർജിയുടെ പക്ഷം എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ്, മറ്റത് ഭൂരിപക്ഷമാണ്. അപ്പോൾ അങ്ങനെ വലിയ തകർച്ച തൃണമൂൽ കോൺഗ്രസ് നേരിടും. അതുപോലെ തന്നെ രാജ്യസഭയിൽ ആം ആദ്മി പാർട്ടിയുടെ MP കൂറുമാറും. അങ്ങനെ മൊത്തത്തിൽ ഈ പാർട്ടികൾ പിളരുകയും പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടാകുകയും ചെയ്യുന്നതോടുകൂടിയിട്ട് രാജ്യസഭയിൽ ഇവരുടെ പ്രാബല്യം വർദ്ധിക്കുന്നു. ലോക്സഭയിൽ അവരുടെ അംഗസംഖ്യ വർദ്ധിക്കുന്നു. 3/2 ഭൂരിപക്ഷം ആയിട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ അടുത്ത് എത്താവുന്ന ഒരു നിലയിലെത്തിയിരിക്കുന്നു. അതിലുപരി പ്രതിപക്ഷത്തിൻ്റെ ശൈഥില്യമാണ് ഭയങ്കരം. കോൺഗ്രസ് മുന്നണിയിലെ ദീർഘകാലം അംഗമായിരുന്ന DMK മുന്നണി വിട്ടു പോയിരിക്കുന്നു. DMKക്ക് രാജ്യസഭയിലുണ്ട് അംഗങ്ങൾ, ലോക്സഭയിലുമുണ്ട് അംഗങ്ങൾ. അവരുടെ പിന്തുണ അവരിപ്പോൾ 2 മുന്നണിയിലും ഇല്ലാതെ നിൽക്കുകയാണ്. പക്ഷേ അവരുടെ പിന്തുണ അടുത്ത ഘട്ടത്തിൽ BJPക്ക് കിട്ടുകയാണെങ്കിൽ അതിന് സാധ്യത തള്ളിക്കളഞ്ഞൂടാ. പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതിയോ നിയമ പരിഷ്കാരമോ വരികയാണെങ്കിൽ അവർ സഭയിൽ നിന്ന് വിട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ വോട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അത് മതിയാവും ഇവർക്ക് സംഗതി വിജയിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധിയാണ് പ്രതിപക്ഷം നേരിടുന്നത്. BJP ആണെങ്കിൽ അതിന് കടന്ന ആത്മവിശ്വാസത്തോട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാറേ, ഈ പ്രതിപക്ഷത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ CPM ആണെങ്കിൽ തന്നെയും അതിനോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ തകർച്ചയെക്കുറിച്ചാണ്. അത് പലരും കരുതുന്നു BJP നടത്തിയ കടന്നുകയറ്റമാണ് അവരെ തകർച്ചയിലേക്ക് കൊണ്ടുപോയത്, ആ വലിയ പരാജയമാണെന്ന്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവരുടെ കയ്യിലിരിപ്പ് കൂടി അതിന് കാരണമായില്ലേ? അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. കേരളത്തിലായാലും ബംഗാളിലായാലും ആസാമിലായാലും തമിഴ്നാട്ടിലാണെങ്കിലും ഒക്കെ ഈ ഭരിക്കുന്ന പാർട്ടികളുടെ ഭാഗത്തുള്ള വീഴ്ചകൾ, അവർ ജനവികാരം മാനിക്കാതെ അല്ലെങ്കിൽ ജനങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ജനങ്ങളെ ചവിട്ടി മെതിച്ചു കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും തിരിച്ചടിയിലേക്ക് നയിക്കും. അത് മിക്കവാറും സംസ്ഥാനങ്ങളിലും വളരെ ശരിയായിട്ടുള്ള. ഇപ്പോൾ കേരളത്തിൽ തന്നെ കോൺഗ്രസ്സിന് UDF ജയിക്കല്ലേ, LDF തോൽക്കുകയാണ്. LDF തോറ്റപ്പോൾ ആരെങ്കിലുമൊക്കെ ജയിക്കണമല്ലോ. അങ്ങനെ UDF ജയിച്ചവർക്ക് ഭൂരിപക്ഷം കിട്ടി. ഇനി UDF അത്ര തന്നെ ശക്തമല്ലാത്ത സ്ഥലത്ത്, ചാത്തന്നൂർ അല്ലെങ്കിൽ കഴക്കൂട്ടം, അതുമല്ലെങ്കിൽ നേമം പോലുള്ള സ്ഥലത്ത് ഈ വോട്ടുകൾ BJPയിലേക്കാണ് പോയത്. അപ്പോൾ ഇതുപോലെയുള്ള മാറ്റം മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ട് ബംഗാളിൽ 15 കൊല്ലം തികച്ച ഒരു സർക്കാരായിരുന്നു. അവിടെ മമതാ ബാനർജിയോട് എതിർത്ത് നിൽക്കാൻ പറ്റിയ ഒരു നേതാവ് ആ ദിവസം വരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ മമതാ ബാനർജിക്ക് ആളുകളുടെ നെഗറ്റീവ് വോട്ടുണ്ട്. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെതിരെ മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുള്ള ഏത് സ്ഥാനത്ത് ചോദിച്ചാൽ അയാൾക്ക് ആളുകൾ വോട്ട്. അങ്ങനെയാണ് അവിടെ വലിയ ഷിഫ്റ്റ് ഉണ്ടായത്. അങ്ങനെയാണ് മമതാ ബാനർജിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത്.
അപ്പോൾ അങ്ങനെ ബി ജെ പി അവിടെ അധികാരത്തിലെത്തി എന്നുള്ളതാണ് സത്യം. ഇതുപോലെ ഓരോ സംസ്ഥാനം എടുത്ത് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതാതിടങ്ങളിലെ പ്രാദേശിക പാർട്ടികളോടുള്ള ജനങ്ങളുടെ വലിയ എതിർപ്പ് അല്ലെങ്കിൽ വിപ്രതിപത്തി, അതാണ് പ്രതിപക്ഷത്തിൻ്റെ പരാജയത്തിലും അതുപോലെ കോൺഗ്രസിൻ്റെ വിജയത്തിലും കോൺഗ്രസിൽ ബി ജെ പിയുടെ വിജയത്തിലും ചെന്ന് കലാശിച്ചിട്ടുള്ളത്. പ്രാദേശിക പാർട്ടികൾ പൊതുവേ തന്നെ പിളരാനും തകരാനും ഛിന്ന ഭിന്നമാകാനും ഒക്കെ അതിനൊക്കെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കേരളത്തിൽ കേരള കോൺഗ്രസ് എടുത്താൽ മതി. കേരള കോൺഗ്രസ് ജോർജ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പായിട്ട് പിരിയുന്നു. പിന്നെ മാണി ഗ്രൂപ്പ് പിള്ള ഗ്രൂപ്പ് ആകുന്നു. മാണി ഗ്രൂപ്പ് പിളർന്ന് ജോസഫ് ഗ്രൂപ്പ് ഉണ്ടാകുന്നു. ജോസഫ് ഗ്രൂപ്പിൻ്റെ അകത്ത് നിന്ന് ജേക്കബ് ഗ്രൂപ്പ് ഉണ്ടാകുന്നു. അങ്ങനെ പലതവണയും പിളരുകയും വളരുകയും സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ്, മതേതര കേരള കോൺഗ്രസ്, ഇങ്ങനെ പല സംഘടനകളുണ്ടായി. ഒരു പ്രാദേശിക പാർട്ടിയായിട്ടുള്ള കേരള കോൺഗ്രസ് പിളർന്നിട്ട് IFDP എന്ന് പറഞ്ഞൊരു ദേശീയ പാർട്ടി വരെ ഉണ്ടായി. അത് ലോക ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രാദേശിക പാർട്ടി മധ്യ കേരളത്തിലെ 2 ജില്ലകളിൽ മാത്രം പ്രാബല്യമുള്ള ഒരു പാർട്ടി പിളർന്നിട്ട് ഒരു ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളും കുസൃതികളുമൊക്കെ പണ്ടും സ്ഥിരമായിട്ട് നടന്നിരുന്നു. ഇപ്പോൾ ഈ കൂറുമാറ്റ നിയമം വന്നതിന് ശേഷം പഴയ പോലെ നടക്കുന്നില്ല എങ്കിലും ഈ പശ്ചിമ ബംഗാളിൽ കണ്ട പോലെ, അതല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയിൽ കണ്ട പോലെ, അതുപോലെ അല്ലെങ്കിൽ NCPയിൽ കാണുന്ന പോലെ ഉള്ള മാറ്റങ്ങൾ എല്ലാ പാർട്ടിയിലും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ, പഞ്ചാബ് ഈ സംസ്ഥാനങ്ങളിൽ അധികം വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. ഇത് ചിലതൊക്കെ തന്നെ വളരെ ശക്തമായ മുന്നേറ്റം നടത്താൻ BJPക്ക് വളക്കൂറുള്ള മണ്ണായി നിലനിൽക്കുന്നുണ്ട്, മാറിക്കഴിഞ്ഞിരിക്കുന്നവയുമുണ്ട്. അത് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉടനെ തെരഞ്ഞെടുപ്പ് വരും. അതിൽ പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ UP ആണ്. UPയിലെ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ തന്നെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് UP. മാത്രമല്ല കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവരാഗ്രഹിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതെ പോയൊരു സ്ഥലം കൂടിയാണ്. അതിലുപരി BJPയെ നേരിടുന്ന ചില വെല്ലുവിളികളും ചില പ്രശ്നങ്ങളും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് UPയെ സംബന്ധിച്ചിടത്തോളം ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. വലിയ സംഖ്യ കാണാനില്ല, സ്വർണം വെള്ളി ഉരുപ്പടികൾ കാണാനില്ല. മൊത്തത്തിൽ ഭക്തന്മാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് BJPയും അവിടുത്തെ സർക്കാരും. അപ്പോൾ അത്ര വലിയൊരു ഹാൻഡിക്യാപ്പിന് ഇവർക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് നമ്മൾ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതുപോലെ തുല്യനിലയിൽ അവിടെ അയോധ്യ ഒരു വലിയ വിഷയമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യമോ കാരണമോ വിശദീകരിക്കാൻ പാർട്ടിക്കോ സംഘടനക്കോ താല്പര്യ കക്ഷികൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. അയോധ്യയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ട്രസ്റ്റ് അംഗങ്ങൾ, ട്രസ്റ്റ് സെക്രട്ടറി ഒക്കെ തന്നെ രാജിവെച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ അവരുടെ മുഖം രക്ഷിക്കുവാൻ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ട്രസ്റ്റിലെ സെക്രട്ടറിയും അംഗങ്ങളൊക്കെ രാജിവെച്ചു, വാർത്ത ഞാൻ കണ്ടു. അത് കൊണ്ട് മാത്രം കാര്യമില്ല. അതിപ്പോൾ കുറ്റക്കാരെ കണ്ടുപിടിക്കുകയും അവരുടെ പേരിൽ മാതൃകാപരമായിട്ട് നടപടിയെടുക്കുകയും ഇവരെ ജയിലിലേക്ക് അയക്കുകയും സർക്കാരിന് ഇതിൽ പങ്കില്ല, കളവ് നടത്തിയവർ എത്ര ഉന്നതരായാലും ശിക്ഷിക്കപ്പെടും എന്ന കൃത്യമായ മെസ്സേജ് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുകയില്ല. വെറുതെ ഇവിടെ കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നമ്മുടെ A. പത്മകുമാറിനും മറ്റുമൊക്കെ ചെയ്ത പോലെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ഇതുമായിട്ട് സർക്കാരിന് ബന്ധമില്ല, പാർട്ടിക്ക് ബന്ധമില്ല, ഇവർ സ്വന്തം നിലക്കാണ് അഴിമതി നടത്തിയത്, അവരുടെ പേരിൽ രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ നിയമപരമായിട്ടും ശക്തമായ നടപടി സ്വീകരിക്കും, ഇതുപോലൊരു കളവിനി വെച്ച് പൊറുപ്പിക്കുകയില്ല, ഇത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ കഴിയണം. അല്ലാതെ തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് ഈ പ്രശ്നം തീരുകയില്ല. മധ്യപ്രദേശിലും ഇതുപോലെ തന്നെ മുഖ്യമന്ത്രി ഈ കുടുംബവും അവരുടെ ഭൂമി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അപവാദങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. അതിനൊക്കെ ക്ലിയർ ചെയ്യാൻ കഴിയണം. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ മധ്യപ്രദേശ് മുഖ്യമന്ത്രി അദ്ദേഹം അങ്ങനെ മധ്യപ്രദേശിൽ വലിയ അറിയപ്പെടുന്ന നേതാവൊന്നും വരുന്നില്ല. മാത്രവുമല്ല അവിടുത്തെ സിറ്റിംഗ് മുഖ്യമന്ത്രി, തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ശിവരാജ് സിംഗ് ചൗഹാനാണ്. ചൗഹാൻ വളരെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു നേതാവായിരുന്നു. അദ്ദേഹം ഈ സ്ത്രീകൾക്ക് വേണ്ടി ചില ക്ഷേമ പദ്ധതികളൊക്കെ നടപ്പാക്കിയിട്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയത്. പക്ഷേ വിജയമുഹൂർത്തത്തിൽ തന്നെ അദ്ദേഹത്തെ നീക്കം ചെയ്യുകയും ആ സ്ഥാനത്ത് ഈ യാദവിനെ അവിടെ മുഖ്യമന്ത്രിയായിട്ട് വാഴിക്കുകയുമാണ് ചെയ്തത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നിയമനങ്ങൾ നടത്തുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇവർ ചെയ്യുന്ന കൊള്ളരായ്മകൾക്കൊക്കെ ഉത്തരവാദിത്വം സർക്കാർ പറയേണ്ടി വരും. ആ ഒരു കാര്യം കൂടി ഉൾക്കൊണ്ടിട്ട് വേണം പ്രധാനപ്പെട്ട തസ്തികകളിൽ യോഗ്യന്മാരായ ആളുകളെ കണ്ടെത്തി അവരെ പ്രതിഷ്ഠിക്കാനായിട്ട്. സാർ, ഇപ്പോൾ അവിടെ നിന്ന് കേൾക്കുന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ യാദവ് അവിടെ തുടരുന്നതിൽ അമിത്ഷായ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ RSS അതിനെ മാറ്റുന്നതിനോട് RSS യോജിക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്.
യാദവിനെ? അതെ, അത് RSSും BJPയും നേതൃത്വവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ കണ്ടതാണല്ലോ. നരേന്ദ്രമോദി RSSനേക്കാൾ വലിയ ആളാവാൻ നോക്കുന്നു എന്നൊരു തോന്നൽ RSSൻ്റെ ടോപ്പ് ബ്രാസിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അത് ആത്യന്തികമായിട്ട് BJPക്ക് ദോഷകരമായിട്ട് ഭവിച്ചു. അന്ന് മുതൽക്ക് ഇങ്ങോട്ട് RSSും BJPയും തമ്മിൽ, അതായത് RSSും മോഡിയും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല എന്ന കാര്യവും നാട്ടിൽ പാട്ടാണ്. അപ്പോൾ മോഡി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കഴിവ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഡ്രൈവ് കൊണ്ടും ഇമാജിനേഷൻ കൊണ്ടും പിന്നെ ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം കൊണ്ടും ശക്തമായ ഒരു പൊസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബാക്കിംഗ് ഇല്ലാതെ മോഡി മുന്നോട്ട് പോകുന്നതിന് അവർക്ക് താല്പര്യമില്ല. അവർക്ക് മോഡിയോടുള്ള വിരോധമല്ല, നേരെ മറിച്ച് മോഡി സംഘത്തിന്, അതായത് RSSന് വിധേയനായി പ്രവർത്തിക്കേണ്ട ആളാണ്. അത് പാലിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇടപെടും എന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ രണ്ട് എൻറ്റിറ്റീസും തമ്മിൽ പുറമേക്ക് കാണാത്ത രീതിയിലാണെങ്കിലും ഒരു വടംവലി, അധികാര വടംവലി നടക്കുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. വേറൊരു വെല്ലുവിളി അവർ നേരിടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ മറുപക്ഷത്തെ പിളർത്തി അതിലെ അംഗങ്ങളെ സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു പ്രചാരണം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതുമൂലം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു അവമതിപ്പ് അത് BJPക്ക് എതിരായി വരാനുള്ള സാധ്യതയുണ്ടോ? അതിനെ എങ്ങനെയായിരിക്കും അവർ ടാക്കിൾ ചെയ്യുക? അല്ല, അതടക്കമുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളും വളരെ ബുദ്ധിയുള്ള ആളുകളാണ് ഇതിൻ്റെയൊക്കെ ലീഡർഷിപ്പിലിരിക്കുന്നത്. മാത്രമല്ല, ഒരുപാട് കമ്പ്യൂട്ടറുകളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഓരോ മണ്ഡലത്തെയും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തെയും ഒക്കെ വിശകലനം ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുക. അല്ലാതെ വൈകാരികമായ തീരുമാനം ഈ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായുടെയോ മറ്റു നേതാക്കന്മാരുടെ ഭാഗത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. വൈകാരികമായിട്ട് അവർക്ക് ഒരു കാര്യത്തെയും സമീപിക്കാനോ അത് പരിഹരിക്കാൻ ശ്രമിക്കാനോ പറ്റുകയില്ല. നേരെ മറിച്ച് അവർ ആ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടല്ലോ, അതും ഉപയോഗിച്ചിട്ടാണ് ഈ കഴിവ് തെളിയിച്ച് മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ മന്ത്രിമാരെ അതും അല്ലെങ്കിൽ MLAമാരെ MP മാരെയൊക്കെ വരച്ച വരയിൽ നിർത്തി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 3-2 ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തണം എന്ന് ആഗ്രഹിക്കുന്നതിന് പല കാരണങ്ങളുമുണ്ടെന്ന് തോന്നുന്നു. അതായത് ചില ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ളവ അതിൽ ഞാൻ കാണുന്നുണ്ട്. അതായത് മണ്ഡല പുനർനിർണ്ണയമുണ്ട്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു വിഷയത്തിലേക്ക് വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഏകീകൃത സിവിൽ കോഡിൻ്റെ വിഷയം നമുക്ക് മുന്നിലുണ്ട്. ഇതൊക്കെ തന്നെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ 3-2 ഭൂരിപക്ഷം ഉണ്ടായേ തീരൂ. അപ്പോൾ അതിനുവേണ്ടി എല്ലാ മാർഗങ്ങളും BJP അവലംബിക്കുമെന്ന് നമുക്ക് കരുതാം, അല്ലേ? അല്ല, എല്ലാ മാർഗങ്ങളും അവർ അവലംബിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഭരണഘടനാ ഭേദഗതികളെ സംബന്ധിച്ചിടത്തോളം 3-2 ഭൂരിപക്ഷം 2 സഭയിലും ഉണ്ടാകണം. അതിനേക്കാൾ ഉപരിയായിട്ട് പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ സംസ്ഥാനങ്ങളൊക്കെ അവർക്ക് പകുതിയിൽ കൂടുതലുണ്ട്, അതല്ല പ്രശ്നം. 2 സഭയിലും പ്രത്യേകം ഭൂരിപക്ഷം വേണം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കാനായിട്ട്. അവിടെയാണ് ഈ സ്റ്റാലിനെ പോലെയുള്ള അവരുടെ തമിഴ്നാട് DMK പോലെയുള്ള പാർട്ടികളുടെ പ്രസക്തി, അല്ലെങ്കിൽ YSR കോൺഗ്രസ്, ഇങ്ങനെ മുന്നണിക്കകത്ത് ഇല്ലാത്ത പാർട്ടികൾ, അവരെയൊക്കെ ഇവരുടെ ഭാഗത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സാന്ത്വനിപ്പിച്ച് സമവായത്തിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം, ഒരു ധാർമ്മിക പ്രശ്നമുള്ളത്, നേരത്തെ ലിയോ സൂചിപ്പിച്ച പോലെ മറ്റ് പാർട്ടികളിൽ നിന്ന് ചാക്കിട്ട് പിടിച്ച MLAമാർ അവർ ചാക്കൊക്കെ ഉപേക്ഷിച്ച് BJPക്കാരായിട്ട് മാറാൻ പോവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിന് എന്തുമാത്രം ഫലപ്രദമായിരിക്കും എന്നുള്ള പ്രശ്നമുണ്ട്. മാത്രമല്ല, ജനങ്ങളുടെ ഇടയിൽ ഇത് ഏത് രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടാക്കും. ജനങ്ങൾ BJPക്കോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ 3-2 ഭൂരിപക്ഷം നൽകിയില്ല. അതിൻ്റെ അർത്ഥം ഭരണഘടനാ ഭേദഗതി വേണ്ട എന്നുള്ള അവരുടെ ആഗ്രഹം. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ജനങ്ങളുടെ ഹിതത്തിനെതിരായി എതിർ പാർട്ടിയിൽ നിന്ന് ആളുകളെ ചാക്കിട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ധാർമ്മികമായിട്ട് ഒരു വലിയ തിരിച്ചടി ഉണ്ടാകും. ജനങ്ങളിതൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നരേന്ദ്രമോദിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം അവർ കൊടുത്തു, പക്ഷേ ഭരണഘടനാ ഭേദഗതിക്കുള്ള ഭൂരിപക്ഷം കൊടുത്തില്ല. അപ്പോൾ കൃത്രിമ മാർഗത്തിൽ കൂടി മറ്റ് പാർട്ടികളെ പിളർത്തി, തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തു, നമ്മുടെ NCPയെ പിളർത്തു, ശിവസേനയെ പിളർത്തു, ആം ആദ്മി പാർട്ടിയെ പിളർത്തു. ഇങ്ങനെ പിളർത്തി ഉണ്ടാക്കിയ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഭരണഘടന ഭേദഗതി ചെയ്ത് അതിൽ ഉറച്ചിരിക്കാം എന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച RSS BJP അഭിപ്രായ വ്യത്യാസം സംബന്ധിച്ചുള്ള കാര്യം, അത് മധ്യപ്രദേശിൽ മാത്രമാണോ അതോ എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ടോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടായിരുന്നത് പോലെ? കാരണം ഞാൻ ചോദിക്കാൻ കാര്യം, അതിനുശേഷം നടന്ന ഹരിയാന, മഹാരാഷ്ട്ര, അതുപോലെ തന്നെ ബംഗാൾ തുടങ്ങിയ
നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ RSSും BJPയും വളരെ കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടു. അതിൻ്റെ റിസൾട്ടും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രശ്നം പരിഹരിച്ചു. മധ്യപ്രദേശിൽ മാത്രമാണോ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത്, അതോ പൊതുവിൽ ഇപ്പോഴും ആ ഒരു സ്വരച്ചേർച്ച പഴയതുപോലെ അങ്ങോട്ട് ജെല്ലിങ് ആവുന്നില്ല എന്നാണോ? അല്ല, മധ്യപ്രദേശിൽ മാത്രമല്ല, പൊതുവേ തന്നെ ഒരു അതൃപ്തി, അസംതൃപ്തി RSSൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. എന്ന് മാത്രമല്ല, മോഡിയും അമിത്ഷായും RSSൻ്റെ ഒരു ലക്ഷ്മണരേഖ ലംഘിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്തത്. RSS ഹെഡ്ക്വാർട്ടേഴ്സുമായിട്ട് ശരിയായ രീതിയിൽ ആലോചിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതി അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ വേർവിട്ട് പോയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഭേദഗതികൾ മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ടോ? അതായത് ഇവരുടെ അജണ്ടയിൽ നിന്ന് മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഭേദഗതികൾ അവർ മാറ്റിവെക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല, നിർണായകമായ 1-2 ഭേദഗതികൾ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ, എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ഒരു കമ്മ്യൂണൽ ഐഡിയ, അവരുടെ ഒരു കമ്മ്യൂണൽ അജണ്ട മുന്നോട്ട് വെക്കാൻ പറ്റും. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടണം എന്ന് ഒരു ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലേ ജനങ്ങളെ സമീപിക്കാൻ പറ്റുള്ളൂ, പാർലമെൻറ്റ് മെമ്പർമാരെ സമീപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരെ അത് ഭാവിയിലേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമ്പോൾ ഈ പ്രതിപക്ഷത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധ പതിപ്പിക്കാം. അവരുടെ ഒരു റീഗ്രൂപ്പിങ്ങിനുള്ള സാധ്യതകൾ ഇനി എത്രത്തോളമുണ്ട്? കാരണം പലപ്പോഴും അവർ ഇങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ വീണ്ടും വീണ്ടും അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു റീഗ്രൂപ്പിനുള്ള സാധ്യതകൾ, അതിന് ആര് നേതൃത്വം നൽകും? ഇതൊക്കെ ഒരു വിഷയമായി നിലനിൽക്കുകയാണ്. അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, ഒരു റീഗ്രൂപ്പിങ്ങിനുള്ള സാധ്യത നമുക്ക് എഴുതി തള്ളാൻ പറ്റുകയില്ല. കാരണം BJP ഒരു സ്റ്റീം റോളർ പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തകർത്ത് പൊടിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ പാർട്ടികൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സഖ്യം ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ മുന്നണി ഉണ്ടാക്കേണ്ടതിൻ്റെ സാഹചര്യം വളരെ കൂടുതലാണ്. അതിൽ ആ ഒരു സംശയമില്ല. പക്ഷേ ഈ പ്രധാന പാർട്ടിയായ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുള്ള പിടിപ്പില്ലായ്മ കൊണ്ട് പല പരമ്പരാഗത സഖ്യകക്ഷികളും UPയെ വിട്ടുപോയിരിക്കും. ഇപ്പോൾ NCPയിലെ കുറേ മെമ്പർമാർ പോയി, ശിവസേനയിലെ കുറേ പേര് പോയി, തൃണമൂൽ കോൺഗ്രസ് നെടുകെ പുലർന്നു. പിന്നെ ഇവരുടെ ഒരു എക്കാലത്തെയും വലിയ ഒരു സഹായി, ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് സ്റ്റാലിൻ്റെ DMK ആണ്. ആ DMK തന്നെ കോൺഗ്രസിൻ്റെ ദൂരക്കാഴ്ചയില്ലാത്ത പെരുമാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് മുന്നണി വിട്ടുപോയി. ഇപ്പോൾ DMK എന്ന് പറഞ്ഞ പാർട്ടി പുതുതായിട്ട് രംഗത്ത് വരേണ്ട അതിൻ്റെ ഇത് പോയി. എനിക്ക് തോന്നുന്നു ഏറ്റവും വേഗത്തിലും ഏറ്റവും ആഴത്തിലും നന്നാവേണ്ടത് കോൺഗ്രസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി ഈ റീഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു വിഷയം കുറേ കൂടി വേഗത്തിലും എഫക്റ്റീവായി നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു, അല്ലേ സാർ? മുൻകൈ എടുക്കേണ്ടത് കോൺഗ്രസ്സാണ് ഈ എല്ലാ പ്രാദേശിക പാർട്ടികളെയും ചേർത്ത് പിടിച്ച് തടുത്തു കൂട്ടി കൊണ്ടുവരുന്നത്. പഞ്ചാബിലും ഡൽഹിയിലും ആം ആദ്മി പാർട്ടി, അതുപോലെ കർണാടകത്തിൽ ആ വിട്ടുപോയ ജനതാദൾ സെക്യുലർ, തമിഴ്നാട്ടിലെ DMK, അങ്ങനെയുള്ള പാർട്ടികൾ. ഇപ്പോൾ ഈവൻ ആന്ധ്രാപ്രദേശിൽ നമ്മുടെ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി, അവർ എത്ര കൊല്ലം മുമ്പ് വിട്ടുപോയതാണ്, അവരൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. അതുപോലെ തൃണമൂൽ കോൺഗ്രസ്, ഇപ്പോൾ ഭരണം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ബിജു ജനതാദൾ, അവരൊക്കെ ചേർത്ത് പിടിച്ച് കൂട്ടി ഒരു അഖിലേന്ത്യാ മുന്നണി ഉണ്ടാക്കി അധികാരത്തിൽ വരാൻ ശ്രമിക്കേണ്ട പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ അവരാണ് വലിയൊരു മുൻകൈ എടുക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ സംഭവിക്കുന്നത് ഇവരുടെ ദീർഘവീക്ഷണമില്ലാത്ത പെരുമാറ്റം കൊണ്ടും സംസാരം കൊണ്ടുമാണ് മിക്കവാറും പ്രാദേശിക പാർട്ടികളും സമയാസമയങ്ങളിൽ വിട്ടുപോകുന്നത്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങ്, ഈ ഉപദേശകർ, രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള ഉപദേശകർ ഇനെഫക്റ്റീവാണ്, അവരൊന്നും തന്നെ ഒരു ഫലവും ഉണ്ടാക്കുന്നില്ല, പല്ല് കൊഴിഞ്ഞ സിംഹങ്ങളെ പോലെയാണ് അവരൊക്കെ തന്നെ ഇപ്പോൾ പെരുമാറുന്നത്, അല്ലെങ്കിൽ ബുദ്ധിക്ക് പകരം മണ്ടത്തരമാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതുകൊണ്ട് സത്യമാണെന്നുള്ളതല്ല, സത്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് സത്യം. ഈ രാഹുൽ ഗാന്ധി തീരെ മോശം നേതാവൊന്നുമല്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുന്നതിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. പറ്റാത്തതിൻ്റെ കാരണം ശരിയായ രീതിയിലുള്ള പൊളിറ്റിക്കൽ അഡ്വൈസ് കിട്ടുന്നില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു രാജ്യമാണ്, വളരെ ജനസംഖ്യയുള്ള രാജ്യമാണ്, പല തരക്കാരുണ്ട്, എത്ര മതങ്ങൾ, എത്ര ജാതികൾ, എത്ര ഉപജാതികൾ, എത്ര ഭാഷകൾ, എത്ര നരവംശങ്ങൾ, ഇത്ര വൈവിധ്യങ്ങളുള്ളൊരു സ്ഥലത്ത് അതിനെല്ലാത്തിനും ഉൾക്കൊള്ളുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിക്ക് വലിയൊരു റോള് വഹിക്കാനുണ്ട്, അതിനൊരു സംശയമില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള ഉപദേശം കിട്ടണം, അതിനുള്ള സൗകര്യമില്ല, സംവിധാനമില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ഓരോ ഗിവൺ സിറ്റുവേഷനിലും തെറ്റായൊരു തീരുമാനം എടുക്കുന്നു, അത് നടപ്പാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു, അത് പരാജയപ്പെടുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും BJP
വെല്ലുവിളികളെ നേരിടുന്നില്ല എന്നുള്ളതല്ല ദേശീയ രാഷ്ട്രീയം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെല്ലുവിളികൾ ഒന്നിനു പുറകെ ഒന്നായി അവർക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണെങ്കിൽ തന്നെയും, അതിനോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിൽ തന്നെയും, അയോധ്യയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണെങ്കിൽ തന്നെയും അവർക്ക് മുന്നിൽ വെല്ലുവിളിയായി നിൽക്കുക തന്നെയാണ്. അതിനൊക്കെ തന്നെ കൃത്യമായ ഒരു ഉത്തരം അവർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ RSSുമായി നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ അവർ പരിഹരിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലീൻ സ്വീപ്പിനുള്ള സാധ്യതകൾ അവർക്ക് മുന്നിൽ പ്രയാസമുള്ളതായിരിക്കും. മറുവശത്തേക്ക് നോക്കുമ്പോൾ മറുപക്ഷം വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. ആ പ്രതിപക്ഷത്തെ നമുക്ക് പ്രതിപക്ഷമെന്ന് വിശേഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് മുൻകൈ എടുക്കേണ്ടിയിരിക്കുന്നു. ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന, അതിനോടൊപ്പം തന്നെ അംഗബലം ക്ഷയിച്ച് നശിച്ച് കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് പിടിച്ചു നിർത്തി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് നല്ല ഉപദേശകർ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അവർ ശക്തരാകേണ്ടിയിരിക്കുന്നു. കാത്തിരുന്ന് കാണാം ഇതിനൊക്കെ ഏത് തരത്തിലുള്ള ഉത്തരം നൽകുവാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കും. പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ BJP നേതൃത്വത്തിന് സാധിക്കും. അവർ അതിന് അഗ്രഗണ്യരാണെന്ന് ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻറ്റ് വിത്ത് അഡ്വക്കേറ്റ് ജയശങ്കർ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.